ഇതുപോലെ മോൻ വെള്ളം അടിച്ചിട്ട് വന്ന് ഇവിടെ സംസാരം വഴക്കം ഉണ്ടായപ്പോൾ പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് ഇവിടെ വന്ന് അവനെ തിരക്കിയപ്പോൾ അവൻ ഇവിടെ ഇല്ലായിരുന്നു. ആ വൈരാഗ്യത്തിലാണ് പോലീസുകാർ ഇങ്ങനെ ഈ പീസ് ഊരിക്കൊണ്ട് പോയത്. ഞാനാണെങ്കിൽ വയസ്സായ പ്രായം ചെന്നുള്ള ഞങ്ങൾ 3 ദിവസം ഞാൻ ആ ഇരുട്ടത്താണ് ഇവിടെ കഴിഞ്ഞത്. കൊല്ലം ചടയമംഗലത്ത് ഗുണ്ടകളുമായി എത്തി ദളിത് യുവാവിനെ മർദ്ദിച്ച് അവശനാക്കി വഴിയിൽ തള്ളിയ SI മനോജ് ആദ്യമായിട്ടല്ല നിയമലംഘനവും ക്രൂരമർദ്ദനവും നടത്തുന്നു എന്നതിന്റെ പരാതികളാണ് പുറത്തുവരുന്നത്. ലക്ഷ്മിയമ്മയുടെ മകൻ സത്യനെതിരെ അയൽവാസി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ കേസ് അന്വേഷിക്കാനാണ് അന്ന് ചടയമംഗലം SI ആയിരുന്ന മനോജും സംഘവും എത്തിയത്. സത്യൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഇതിന്റെ വൈരാഗ്യത്തിൽ SI മനോജ് വയോധികയുടെ വീട്ടിലെ വൈദ്യുത ഫീസ് ഊരിക്കൊണ്ടുപോയി. SIയുടെ ഈ പ്രവൃത്തി മൂലം 3 ദിവസം ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ വൈദ്യുതി നിലച്ചു. ഈ 3 ദിവസവും അയൽവീടുകളിലാണ് ലക്ഷ്മിയമ്മ അന്തി ഉറങ്ങിയത്. ഇവർക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് അവർ കൊണ്ടിടുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ പോലീസിൽ അറിയിച്ചപ്പോൾ അവർ പറയുന്ന അവരങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും കണ്ടു. ആരാണെന്ന് ഇരുട്ടതായോണ്ട് അറിയത്തില്ല ഇത് ആരാ എടുത്തതെന്ന് പറഞ്ഞാൽ പോലീസ് ആണെന്നുള്ളത് അറിയാം. SI ആണോ പോലീസ് ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് അംഗവും നാട്ടുകാരും ചേർന്നാണ് പുതിയ ഫീസ് വീട്ടിൽ സ്ഥാപിച്ചത്. SI മനോജിനെതിരെ ലക്ഷ്മിയമ്മ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മനോജ് നേരത്തെ ജോലി ചെയ്ത ആലപ്പുഴ ജില്ലയിലും നിരപരാധികളെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയെന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ചടയമംഗലത്ത് ദളിത് യുവാവിനെയും ഭാര്യയും ആക്രമിച്ച കേസിൽ SI മനോജിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെങ്കിലും ഇയാളെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഗുണ്ടകൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും പോലീസ് മുതിർന്നിരുന്നില്ല. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.